ഏഷ്യാനെറ്റിൽ ഈ അടുത്ത് റിലീസായ ഈ പുഴയും കടന്ന് എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സീരിയലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്സ് തന്നെ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് പോകാം. ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണെങ്കിൽ ലേബർ റൂമിൽ നിന്ന് ഒരു സിസ്റ്റർ ആണെങ്കിൽ ശാരദയുടെ ആരും ഇല്ലെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കുഞ്ഞുമായിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ആ കുഞ്ഞിനെയും സിസ്റ്ററിനെയും കണ്ടപ്പോൾ തന്നെ ഈ ആൾക്കാരെല്ലാം എണീറ്റ് ആ കുഞ്ഞിൻ്റെ അരികിലേക്ക് പോവുകയാണ്. നേഴ്സാണെങ്കിൽ പെൺകുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ അരവിന്ദൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ അരവിന്ദൻ്റെയും അരവിന്ദൻ്റെ ബന്ധുക്കളെയും കാണിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു കൊച്ചു ചെക്കനെ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ചെക്കനാണെങ്കിൽ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ആ കുഞ്ഞിനെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അരവിന്ദനാണെങ്കിൽ ആ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണ്. അത് സംസാരിച്ച് കഴിയുമ്പോൾ അരവിന്ദനാണെങ്കിൽ തിരിച്ച് അമ്മയോട് വന്നിട്ട് കുഞ്ഞെന്താ അമ്മേ, എനിക്ക് കുഞ്ഞിനെ ഒന്നുകൂടി കാണണമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, അയ്യോ മോനെ അതിനെ നേഴ്സ് കൊണ്ടുപോയല്ലോ, ഇനി സമയമുണ്ടല്ലോ നമുക്ക് കാണാൻ മോനെ എന്ന് പറയണം കേട്ടോ. അപ്പോൾ അരവിന്ദൻ പറയണ, അയ്യോ അമ്മേ അത് പറ്റത്തില്ല അമ്മേ, എനിക്ക് ഇപ്പം തന്നെ തിരികെ പോകണമെന്ന് പറഞ്ഞിട്ട് അരവിന്ദൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അമ്മയാണെങ്കിൽ അത് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സീനെല്ലാം ഒരു ചുമരിൽ വീഴുന്ന നിഴലിൻ്റെ രൂപത്തിലാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ കുഞ്ഞിൻ്റെ പേര് ഗംഗ എന്നാണ് കേട്ടോ. അടുത്ത സീൻസിലും കാണിക്കുന്നത് ഇതുപോലെ നഴ്സുമാർ വന്നിട്ട് ഓരോ കുഞ്ഞുങ്ങളെ അരവിന്ദൻ്റെ കയ്യിലേക്ക് കൊടുക്കണതാണ് കേട്ടോ. അങ്ങനെ അരവിന്ദന് ജനിക്കുന്നതാണെങ്കിൽ 4 പെൺമക്കളാണ് കേട്ടോ. അതിൽ രണ്ടാമത്തെ ആൾ കാവേരി, മൂന്നാമത്തെ ആൾ യമുന. 2012 ആവും. അങ്ങനെ ഓരോ കുഞ്ഞും ജനിക്കുമ്പോഴും ആ കുഞ്ഞുങ്ങളുടെ പേരും നക്ഷത്രവും ജനന തീയതിയൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നിള ജനിക്കാൻ കേട്ടോ. 2012 നിള ജനിക്കുന്നത്. അപ്പം നിള ജനിക്കുന്ന സമയത്താണെങ്കിൽ അപ്പോഴാണ് കേട്ടോ ശാരദേനെ കാണിക്കുന്നത്. അങ്ങനെ ശാരദയാണെങ്കിൽ ബെഡിൽ കിടക്കുകയാണ്. അപ്പോൾ അരവിന്ദൻ വന്നിട്ട് ശാരദയോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ശാരദയാണെങ്കിൽ വിഷമിച്ച് കിടക്കുകയാണ് കേട്ടോ. അരവിന്ദ കാര്യം അന്വേഷിക്കുമ്പോൾ ശാരദ പറയണത് ജനിച്ചത് 4 പെൺകുട്ടികളാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അരവിന്ദൻ പറയണം, അതെന്താ അവർ നമ്മളുടെ സമ്പത്താണെന്ന് കരുതി സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ ശാരദ പറയുന്നുണ്ട്, അതല്ല അരവിന്ദേട്ടാ, അവർ 4 പെൺമക്കളല്ലേ, കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ. അപ്പോൾ അരവിന്ദൻ പറയുന്നുണ്ട്, അത് ഓർത്തിട്ട് നീ വിഷമിക്കണ്ട, അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ പുറം നാട്ടിലേക്ക് പണിക്ക് പോണത് എന്നൊക്കെ പറഞ്ഞ് ശാരദയുടെ കൈ പിടിച്ചിട്ട് ശാരദയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരവിന്ദൻ പറയാണ്, പക്ഷേ എനിക്ക് നിന്നോടൊരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം എന്ന് പറയണം കേട്ടോ. അപ്പോൾ ശാരദ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, ഇന്ന് തന്നെ പോകണോ അരവിന്ദേട്ടാ? അപ്പോൾ അരവിന്ദൻ പറയാണ്, വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടല്ലേ, നിനക്ക് നിൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കണമെന്ന് വെച്ചാൽ അരവിന്ദൻ്റെ വീട്ടിൽ നിന്നിട്ട് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് വീടിൻ്റെ പേര് കാണിക്കുന്നത്. വീടിൻ്റെ പേര് സ്നേഹതീരം എന്നാണ് കേട്ടോ. അരവിന്ദനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് കാറിൽ കയറിയിട്ട് റിയാദിലേക്ക് പോകുന്നതാണ്. അവിടെ സീന് കട്ട് ചെയ്തിട്ട് അടുത്ത സീനിൽ കാണിക്കണമെന്ന് വെച്ചാൽ പ്രസൻറ്റിലെ കാര്യങ്ങളാണ് കേട്ടോ. ഒരു കൊച്ചു പെൺകുട്ടിയാണെങ്കിൽ വീഡിയോ വ്ളോഗ് ചെയ്യാണ്. ആ സമയത്ത് ആ കുട്ടി തന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് നിള, ഞാനിവിടെ റിവർ വാലി സ്കൂളിൽ 8ാം ക്ലാസ് പഠിക്കുവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക റിവർ വാലി സ്കൂൾ എവിടെയാണ്? അത് പുഷ്പവല്ലി എന്ന് പറയുന്ന മനോഹരമായ മലയോര ഗ്രാമത്തിലാണെന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചിൻ്റെ വീടിനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ.